ഗൈസ്, അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്കകളും അനിശ്ചിതത്വവും അത് മൊത്തം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ക്ലബ്ബുകളുടെ കാര്യത്തിലായാലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന താരങ്ങളുടെ കാര്യത്തിലായാലും സ്റ്റാഫ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഒരുപോലെ തന്നെ ബാധിച്ചേക്കുന്നൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഗൗരവത്തോടെ തന്നെ അതിനെ നോക്കി കാണുന്നതും. സോ കഴിഞ്ഞ ദിവസമാണ് AFFൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ ISL ക്ലബ്ബുകളുടെ പ്രതിനിധികളുമായിട്ടും ഓൺലൈൻ മീറ്റിംഗ് നടന്നിരുന്നു. അതിൽ ISLൻ്റെ പുതിയ സീസൺ ജനുവരിയിൽ കിക്ക് ഓഫ് ചെയ്യുമെന്നും മെയ് വരെ നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റിൽ 150 ദിവസങ്ങൾ കൊണ്ട് 180 മത്സരങ്ങൾ തീർക്കുന്ന തരത്തിലായിരിക്കും പുതിയ സീസൺ നടത്തുക എന്ന കാര്യമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് വിവിധ മാധ്യമങ്ങളൊക്കെ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ഇതേ സമയം തന്നെ ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗ് ഒരു പരാജയമായിരുന്നു എന്നാണ് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ചർച്ച പരാജയമായതുകൊണ്ട് ISL ക്ലബ്ബുകളുടെയും I ലീഗ് ക്ലബ്ബുകളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് കായിക മന്ത്രിയെ കണ്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുകയുണ്ടായിട്ടുണ്ട്. also I ലീഗ് ക്ലബ്ബുകൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് പൊതുവായ ഒരു വാണിജ്യ പാർട്ട്ണർ വേണമെന്നും കൂടി എന്നുള്ളതാണ്, അതും കൂടി അറിയിച്ചിട്ടുണ്ട്. സോ നമ്മൾ വിചാരിച്ചത് മീറ്റിംഗ് പോസിറ്റീവായിട്ടാണ് അവസാനിച്ചതെന്നാണ്. എന്നാൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്സ് എല്ലാം തന്നെ മീറ്റിംഗ് ഫെയിലായി എന്ന തരത്തിലാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടാതെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്നിരിക്കും. ബൈ.